ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്ക് വളരെ അടുത്ത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 500 മീറ്റർ മാത്രം അകലെയായി 3.5 സെൻറ്റ് സ്ഥലവും 1750 സ്ക്വയർ ഫീറ്റുള്ള ഓണർ 69 ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് റോഡിൻ്റെ വെടുത്തും ലെങ്ത്തൊക്കെ നോക്കാം. നമുക്ക് റോഡ് വരുന്നത് നമുക്ക് 4 മീറ്റർ ആയിട്ടുള്ള ഇൻ്റർണൽ റോഡാണ്. അത് നമുക്ക് കട്ടയൊക്കെ വിരിച്ച് നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നമുക്ക് ഇത് 4 വില്ലകളാണ് ഇവിടെ വരുന്നത്. അതിനുമായിട്ട് നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു കിണർ സൗകര്യവും നമുക്കിവിടെ നൽകിയിരിക്കുന്നു. ഇനി വീടിൻ്റെ ഗേറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ നോക്കാം. നമുക്കിവിടെ ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലൊക്കെ തുറക്കാവുന്ന രീതിയിലുള്ള നല്ല ഡിസൈനിലാണ് ഇവിടെ ഗേറ്റുകൾ നൽകിയിരിക്കുന്നത്. CNC കട്ടിംഗ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി ഇവിടെ നൽകിയിരിക്കുന്നു. നമ്മൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വലിയൊരു വാഹനം നിൽക്കാവുന്ന SUV പോലുള്ള വലിയൊരു വാഹനം നിൽക്കാവുന്ന രീതിയിലുള്ള വലിയൊരു കാർ പോർച്ചാണ് നമുക്ക് ഈ വീടിനായിട്ട് നൽകിയിരിക്കുന്നത്. നമുക്കിവിടെ സൈഡിലേക്ക് ഒരു ചെറിയ ഗാർഡൻ സ്പേസ് കൂടി നമുക്ക് ഈ വീടിന് സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുണ്ട്. നമുക്ക് സിറ്റ് ഔട്ടൊക്കെ നോക്കാം. സിറ്റ് ഔട്ട് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സിറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഫ്രണ്ട് ഡോർ വരുന്നത് ഫുള്ള് തേക്ക് മരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ നമുക്കത് ഒറ്റപ്പാളിയിലാണ് നമ്മുടെ ഫ്രണ്ട് ഡോറിനായിട്ട് നൽകിയിരിക്കുന്നത്. ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള രീതിയിലാണ് ഇവിടെ ലിവിങ് സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി വലിയ രീതിയിലുള്ളൊരു TV യൂണിറ്റും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ ഇടയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്ക് വരുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഫാൾസീലും വർക്കുകളൊക്കെ നമുക്ക് ലിവിങ് സ്പേസിനെ ഭംഗിയാക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്നു. ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ല വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ്. ഇത് ഡൈനിങ് സ്പേസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. 8-10 പേർക്ക് ഈസി ആയിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള വലിയൊരു ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് അവിടെ നിന്നും സൈഡിലേക്ക് മാറ്റി ഒതുക്കി ലിവിങ് സ്പേസിന് ഡൈനിങ് സ്പേസിന് സൈഡിലേക്ക് ഒതുക്കി നല്ല രീതിയിലുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെ വരുന്നുണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഒരു കിച്ചണിലേക്കാണ്. കിച്ചൺ ഓപ്പൺ കൺസെപ്റ്റിലല്ല, ക്ലോസ്ഡ് കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചൺ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് അടിയിലും 3 ലെയറുകളിലായിട്ട് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ നല്ല കിച്ചണിലും നമുക്ക് നല്ല ഫാൾസീലും വർക്കുകളൊക്കെ നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. താഴെ ഒരു ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമായിട്ടാണ് ഈ വീട് വരുന്നത്. താഴത്തെ ഒരു ബെഡ്റൂമായാൽ തന്നെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് താഴെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകൾ മൾട്ടിവുഡിനകത്ത് എടുത്ത സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല ഭംഗിയായിട്ടുള്ള കബോർഡ് വർക്കുകളും നമുക്കിവിടെ വരുന്നുണ്ട്. കൂടാതെ ഈ ബെഡ്റൂമിലും നല്ല രീതിയിലുള്ള ഫാൾസീലും വർക്കുകളൊക്കെ നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് നമുക്ക് ബാത്റൂം ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ക്ലോസറ്റ് കണ്ടത് കൺസീൽഡ് ആയിട്ടുള്ള നല്ല ക്ലോസറ്റ് സെലൈഡാണ് ക്ലോസറ്റ് ഇവിടെ വരുന്നത്. കൂടാതെ ടൈൽസൊക്കെ നല്ല ഡിസൈനിലാണ് ടൈൽസൊക്കെ നൽകിയിരിക്കുന്നത്. നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി ഒരു ചെറിയ വാഷ് ബേസിൻ കൂടി നമുക്ക് ഈ ബാത്റൂമിനായിട്ട് നൽകിയിരിക്കുന്നു. നമുക്ക് മുകളിലെ നിലയിലേക്ക് നോക്കാം. മുകളിലെ നിലയിലെ സ്റ്റെപ്പുകൾ വരുന്നത് നമുക്ക് ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ വരുന്നത്. സ്റ്റെപ്പിനായിട്ട് യൂസ് ചെയ്യുന്ന നല്ല വുഡിൻ്റെ പാനലിലുള്ള ഇതിലാണ് സ്റ്റെപ്പുകൾ നമുക്കിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ നല്ല ഒരു പറകോള സംവിധാനവും നമുക്കിവിടെ വെളിച്ചം കിട്ടുന്നതിനായിട്ട് നല്ല ഡിസൈനിലാണ് തീർത്ത് നല്ല പറകോള സംവിധാനവും നമുക്കിവിടെ വരുന്നുണ്ട്. കൂടാതെ നല്ല ഹാങ്ങിങ് ലൈറ്റുകളും നമുക്ക് ഈ ഭംഗിയാക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്നു. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള നമുക്ക് അപ്പർ ലിവിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെയും നല്ല TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. നല്ല വലുപ്പത്തിലുള്ള TV യൂണിറ്റും ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നല്ല സ്റ്റോറേജ് സ്പേസും താഴെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്ന മുകളിലെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. മുകളിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. എങ്കിൽ തന്നെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല രീതിയിലുള്ള മൾട്ടിവുഡിനാൽ തീർത്ത നല്ല കബോർഡ് വർക്കുകളും നമുക്കിവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നല്ല ഫാൾസീലും വർക്കുകളും ഈ ബെഡ്റൂമിനും നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ബാത്റൂം നല്ല
കൺസീൽഡ് ക്ലോസറ്റും കാര്യങ്ങളൊക്കെയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഫിറ്റിങ്സ് ഒക്കെ നമുക്ക് സിറയുടെയാണ് ഫിറ്റിങ്സ് ഒക്കെ വന്നിരിക്കുന്നത്. വാഷ് ബേസിൻ ഉൾപ്പെടെയുള്ള എല്ലാ ഫിറ്റിങ്സും നമുക്ക് സിറ ബ്രാൻഡിലുള്ള ഫിറ്റിങ്സാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ആ ബെഡ്റൂമും അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം നല്ല വലുപ്പമുള്ള രീതിയിലാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് ഒതുക്കി നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും ഈ ബെഡ്റൂമിനും നൽകിയിട്ടുണ്ട്. നല്ല മൾട്ടിവുഡ് കൊണ്ട് ചെയ്തിരിക്കുന്ന നല്ല കബോർഡ് വർക്കുകളാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ നല്ല ഫാൾ സീലിംഗ് വർക്കുകളും ഈ ബെഡ്റൂമിനായിട്ടും നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ക്ലോസറ്റൊക്കെ മീഡിയം വലിപ്പമുള്ള ബാത്റൂമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ക്ലോസറ്റൊക്കെ കൺസീൽഡ് ആയിട്ടുള്ള ക്ലോസറ്റാണ് വരുന്നത്. അത് ഫിറ്റിങ്സ് ഈ ബാത്റൂമിലും ഫിറ്റിങ്സൊക്കെ സിറയുടെ ഫിറ്റിങ്സാണ്. ഈ 3 ബാത്റൂമുള്ളത് 3ഉം സിറയുടെ ഫിറ്റിങ്സാണ് വരുന്നത്. കൂടാതെ നമുക്കൊരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി സൈഡിലേക്ക് മാറ്റി നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. യൂട്ടിലിറ്റി സ്പേസ് എന്ന് പറഞ്ഞാൽ കവേർഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സൈഡിൽ വെളിച്ചമൊക്കെ കിട്ടാവുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. കൂടാതെ സൈഡിലേക്ക് മാറ്റി ഒതുക്കി വാഷിംഗ് മെഷീനിലേക്ക് വയ്ക്കാനുള്ള പ്രൊവിഷൻ നമുക്ക് ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണി ഒരുപാട് വിഡ്ത്തുള്ളതല്ല, പക്ഷേ നല്ല ലെങ്ത്തിൽ നല്ല ലെങ്ത്തായിട്ടാണ് ബാൽക്കണി ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ബാൽക്കണിയിലും നല്ല ഫാൾസിലും വർക്കുകളൊക്കെ ഫാൾസിലും ലൈറ്റുകളും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇനി ഈ വീട്ടിൽ നിന്നുള്ള ദൂരങ്ങളൊക്കെ നോക്കാം. നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം ഏകദേശം വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഏകദേശം നമുക്കൊരു 4 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. ബസ് റൂട്ടിലേക്ക് 500 മീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. 3.5 സെൻറ്റ് സ്ഥലവും 1750 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 69 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളുമാണ്. കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്.